ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചുമന്ന ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഞാനിന്നിവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെ എല്ലാം നന്നായിട്ട് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് കേട്ടോ. വേറെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണം. നമ്മുടെ നാടൻ രീതിയിലുള്ള ചമ്മന്തി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കണം. പിന്നെ അതിലേക്കൊരു 20ഓളം ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 20 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും നല്ലപോലെ വഴന്നിട്ട് ശരിക്കൊന്ന് കളറ് മാറി വരണം. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഒരു 8-10 ചുമന്ന മുളകാണ് എടുത്തേക്കുന്നത്. ഒരു 8-10 മതി. ഞാൻ അത് ക്ലീൻ ആക്കിയിട്ട് ഉള്ളത് ചുമന്ന മുളക് അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ മുളകും കൂടിയും ഉള്ളിയുടെ കൂടെ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു നുള്ള് പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ അളവിലാണ് കേട്ടോ, അതിൽ പറയാനുള്ള അളവൊന്നുമില്ല. അതിലും ചെറിയ അളവിലാണ് പുളി ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ പുളി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വഴറ്റുക. മുളകെല്ലാം ശരിക്ക് ഒടിയാൻ പാകത്തിന് അത്രയും ആ രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. പിന്നെ അതിലേക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി കിടന്നിട്ട് നമ്മൾക്ക് മൂക്കിൽ കയറിയിട്ട് ചുമയെല്ലാം വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചുമന്ന മുളക് ചേർത്തേക്കുന്നതാണ്. അധികം എരിവ് താല്പര്യമില്ല എന്നുള്ളവർക്ക് ഈ ചുമന്ന മുളക് ചേർക്കുന്ന പാർട്ട് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം അത് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ശരിക്കും ചൂടാറി കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3 പിടി തേങ്ങ തിരുമ്മിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന മുളകും അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പിടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നു നേരത്തെ തന്നെ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒട്ടും മുങ്ങി നിൽക്കാൻ പാകത്തിനല്ല, ശരിക്ക് താഴെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ശരിക്കും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചമ്മന്തി ശരിക്കും അതുപോലെ പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് സെർവ് ചെയ്യുന്നൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം മിക്സിയിൽ എന്തായാലും കുറച്ചൊക്കെ ചട്നിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയും ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കടുക് വറുക്കണം കേട്ടോ. ഇതാണ് ചട്നി. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. കടുക് വറുത്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ ചമ്മന്തി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് വറുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ സെയിം പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് കഴുകി ഉപയോഗിക്കണം, അല്ല വേറെ പാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് തന്നെയാണ് എടുത്തേക്കുന്നത്. ആ മുളക് പൊടിയെല്ലാം അതിൽ പിടിച്ചിരിക്കുന്നത് അത് ശരിക്ക് ഒന്നും കൂടെ ചട്നിയിലേക്കെല്ലാം ശരിക്കായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ പാൻ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ശരിക്കും വളരെ കുറച്ച് അളവിൽ മാത്രം മതി കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. കടുക് ശരിക്കും ഒന്ന് പൊട്ടി കഴിയുമ്പം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കടുക് ശരിക്കും പൊട്ടിയിട്ട് മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക, അതിന് മുന്നേ ചേർക്കരുത്. അപ്പോൾ കടുക് ശരിക്കും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പം നമുക്ക് അതിലേക്ക് വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ചൂട് ശരിക്കും കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ വഴറ്റിയെടുത്ത ചട്ടി ആയതുകൊണ്ട് അതിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിച്ചു വന്നിരിക്കും. അതുകൊണ്ട് ചൂട് ശരിക്കും കുറച്ച് വയ്ക്കണം. ഉള്ളി ശരിക്കും ഒന്ന് മൂത്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് വേറെ പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ശരിക്കും മുളകും എല്ലാം ശരിക്കും ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. കറിവേപ്പിലയും മുളകും എല്ലാം ശരിക്കും മുരിയുമ്പോഴാണ് ചട്നിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് മുരിച്ച് എടുത്തിട്ടുണ്ട്. മുളകായാലും കറിവേപ്പിലയായാലും ഉള്ളിയും എല്ലാം ശരിക്കും ഒന്ന് മുരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒന്ന് മുരിഞ്ഞ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി. ഇത്രയും ഉള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചട്നിയുടെ റെസിപ്പി. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഉള്ളി, മുളക് അതെല്ലാം ഒന്ന് വറുത്തിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം വറുത്തിട്ട് തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് അരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചട്നിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ചട്നി ഇതിലിരുന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഞാൻ പ്രത്യേകം പിന്നെ എടുത്ത് പറയുകയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിന്നിപ്പോൾ ഇവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെയെല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണിത്. ഇതാ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് റെസിപ്പി അറിയില്ലാത്തവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇനി ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.